ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡ് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും ഏകദേശം ഒരു 9 കിലോമീറ്റർ ഒക്കെ മാറിയിട്ട് നമുക്ക് കാക്കനാട് പുക്കാട്ടുപടി റൂട്ടുണ്ട്. ആ ഭാഗത്ത് മെയിൻ റോഡിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു 900 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 8-9 വില്ലകളൊക്കെ വരുന്ന ഒരു വലിയ വില്ല പ്രൊജക്ടിനകത്തുള്ളൊരു വീടാണ്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇൻഫോ പാർക്കിലേക്കൊക്കെ വളരെ എളുപ്പത്തിലായിട്ട് നമുക്ക് എത്തിപ്പെടാവുന്നതാണ്. 9 കിലോമീറ്റർ മാത്രമാണ് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം. ഇടപ്പള്ളി സൈഡിലേക്ക് ലുലുമാളിന്റെ ഭാഗത്തേക്കൊക്കെ പോകണമെങ്കിൽ 11 കിലോമീറ്ററും, എയർപോർട്ടിലേക്കാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്നത് 19 കിലോമീറ്റർ മാത്രമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമാക്കാവുന്ന ഒരു വീടാണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് 3 വീടുകളാണ് ഏകദേശം വർക്ക് കഴിഞ്ഞു കിടക്കുന്നത്. ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ട് ഈ ഒരു വീടാണ്. ഇത് സ്ഥിതി ചെയ്യുന്ന ലാൻഡ് എന്ന് പറയുന്നത് 3.25 ആണ്. 3.25 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിൽ ചെറിയൊരു ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന വീടാണ്. എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പോർച്ചും 2 കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസും ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഈ ഒരു വീട് ഫേസ് ചെയ്തിരിക്കുന്നത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വഴിയിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ നമ്മുടെ ഈ ഒരു വീട് നന്നായിട്ട് ആസ്വദിച്ച് പോകാവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിനെ കണ്ടിന്യൂ ചെയ്ത് ബാക്കി വരുന്ന 2 വീടുകളോട് നമുക്ക് സെയിലിനായിട്ട് ഏകദേശം കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെയുള്ള 2 വീടുകളാണ്. അതിന്റെയൊക്കെ ഫൈനൽ ഫിനിഷിംഗ് ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വില്ലകളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡ് റോഡാണ് കിട്ടുന്നത്, ടാർ റോഡിന്റെ. അത് വന്നിട്ടാണെങ്കിൽ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീട് കംപ്ലീറ്റ്ലി ടാർ റോഡിനെ ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് നമുക്ക് നേരെ കാറൊക്കെ എടുത്ത് എളുപ്പത്തിൽ പോർച്ചിലേക്ക് എടുക്കാവുന്ന ഒരു രീതിയിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ മതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസിലാണ് മതിലൊക്കെ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതിന്റെ മതിൽ ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളായിട്ടാണെങ്കിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ള 2 ലൈറ്റാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിതിന്റെ ഒരു എൻട്രൻസ് വന്നിട്ട്, അതായത് ഗേറ്റ് വന്നിട്ട് ചെറിയൊരു വർക്കുകളും കൂടെ ഗേറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മുകളിലൊക്കെ നോക്കിയാൽ കാണാം ലേസർ കട്ട് ഡിസൈൻ ഒക്കെയാണ് ഗേറ്റിന്റെ ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കി വെച്ചിരിക്കുകയാണ്. ഒരു സൈഡ് നമുക്ക് 2ആയിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കിയാൽ കാണാം പെയിന്റ് വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പെയിന്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2 കളർ കോമ്പിനേഷനുകളാണ് വരുന്നത്. അതിനിടയ്ക്കും ആ ഒരു വിൻഡോ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാം വേറൊരു സെപ്പറേറ്റ് പെയിന്റ് കൊടുത്തിട്ടുണ്ട്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകൾ വരുന്നുണ്ട്. എല്ലാം കൊണ്ടും ഭംഗിയായ അട്രാക്ഷനോട് കൂടിയിട്ട് തന്നെയാണ് ഇതിന്റെ എലിവേഷന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ചില സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് കൂടാതെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് വീടിന്റെ ആ ഒരു ഫ്രണ്ട് എലിവേഷനൊക്കെ ചെയ്തിരിക്കുന്നത്. നേരെ വന്ന് നമ്മൾ കയറുന്നത് തന്നെ കാർപോർച്ചിന്റെ ഭാഗത്തേക്കാണ്. ഈ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ സ്റ്റോൺസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. ഇടയ്ക്കൊക്കെ ഗ്രാസിന്റെ വർക്കുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമുക്കൊരു കവേർഡ് കാർപോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. അതിനകത്താണെങ്കിലും EV വെഹിക്കിൾസിന്റെ ചാർജിങ് പോയിന്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു കാറിനാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. അതുകൂടാതെ നമുക്ക് വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും നമുക്കൊരു ചെറിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അപ്പൊ ടോട്ടൽ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നേരെ കയറി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന ഒരു കിണർ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. അതിനോടടുത്ത് തന്നെ നമുക്കൊരു ബോർവെല്ലിന്റെ കണക്ഷനും കൂടിയുണ്ട്. സോ അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ സോഴ്സിന് ഇവിടെ 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ബോർവെല്ലും ഉണ്ട്, അന്ന് കൂടാതെ വലിയൊരു കിണറും ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് KWയുടെ വാട്ടർ കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. വീടിന്റെ ബാക്ക് സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു പകുതി ഭാഗം കംപ്ലീറ്റ് വരെയും ഏകദേശം ഈ ഒരു സ്റ്റോൺസ് ഒക്കെ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് നമുക്ക് വർക്ക് ഏരിയയുടെ ആ ഒരു ലൊക്കേഷൻ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ വീടിന് നമ്മുടെ ലെഫ്റ്റ് സൈഡാണ് ഇപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഇതൊക്കെ സ്റ്റോൺസ് വിരിച്ച വഴി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ്. ആ ഒരു ലാസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറച്ച് ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ് മതിലിൽ കൊടുത്തിരിക്കുന്നത്. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള ചെറിയ പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാണ് ആ ഒരു ഭാഗങ്ങളൊക്കെ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ഒരു മതിലിന്റെ താഴെ മാത്രമല്ല മുകളിലും നമുക്ക് കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ ബ്യൂട്ടി ആയിട്ടാണ് തോന്നുന്നത്. അതുപോലുള്ള വർക്കാണ് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ കൊടുത്തിട്ട് മുകളിൽ ചെറിയ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്ന കാണാൻ തന്നെ നമുക്ക് നല്ല അട്രാക്ഷൻ ആണ്. ഈ ഒരു ബാക്ക് സൈഡിലേക്കുള്ള വഴി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ എല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ബാക്ക് സൈഡിലേക്ക് ആ വഴി ആളുകൾക്ക് കടന്നു പോകാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ഇനിയിപ്പോൾ ഈ ഒരു
സിറ്റ് ഔട്ടിലേക്കാണ് നമ്മൾ കയറുന്നത്. സിറ്റ് ഔട്ടിന് സ്റ്റെപ്പ് കയറുന്ന ഭാഗത്ത് ഇതുപോലെ 2 പ്ലാന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വീടിന്റെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ ദർശനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ ഡോർ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ മെയിൻ ഡോർ വന്നിട്ട് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. ഈ മെയിൻ ഡോർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം, നല്ല വീതിയുള്ള കട്ടളപ്പടിയിൽ ഇതുപോലെ ഭംഗിയുള്ള ഒരു ഡിസൈനിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ്. നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്ലോറിൽ നിന്ന് തന്നെ തുടങ്ങാം. നല്ല ഭംഗിയായിട്ട് നീളത്തിലുള്ള ഒരു വൈറ്റ് കളറുള്ള ടൈല്, ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും വരുന്ന ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് റൂഫിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം, നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിലും കൊടുത്തിരിക്കുന്നത്. വുഡൻ പാനലിങ്ങുകൾ ചെയ്തിട്ടുണ്ട്. ബോർഡർ ആയിട്ടും വുഡൻ തന്നെയാണ് വരുന്നത്. അതിനിടയിലൊക്കെ നിറയെ LED ലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളും ഒക്കെ ഇട്ടിട്ട് ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. കയറി വന്നിട്ട് നേരെ നോക്കുമ്പോൾ നമുക്ക് TV വെക്കാനുള്ള ആ ഒരു സ്പേസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മൾട്ടി വുഡ് കൊണ്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു വോള് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഒരു വൈറ്റ് കളറിൽ ഭംഗിയായൊരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഓപ്പൺ ചെയ്യാവുന്നതും ക്ലോസ് ചെയ്യാവുന്നതും ഒക്കെ ആയിട്ട് ധാരാളം ഷെൽഫ് ഫെസിലിറ്റികളാണ് നമുക്ക് ഇവിടെ മൾട്ടി വുഡ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ചുറ്റിനും നിറയെ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് തന്നെ കവർ ചെയ്ത് ഭംഗിയായ രീതിയിലാണ് ഇവിടുത്തെ വിൻഡോസും ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. ഡൈനിങ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അത് അവിടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഈ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കിയാൽ കാണാൻ നല്ല വുഡൻ ഫിനിഷോട് കൂടി ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാം അയൺ ബാസ് എല്ലാം ഇട്ടിട്ട് വളരെ സേഫ് ആയിട്ടാണ് മുകളിൽ വരെ കവർ ചെയ്ത് പോയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 6 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, എടുത്തു പറയുന്നില്ല കാരണം അവിടെയൊക്കെ നിറയെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ വുഡൻ ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ട് അതിനുള്ളിൽ LED ലൈറ്റും LED സ്ട്രിപ്സ് ഒക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണേണ്ടത് ഇവിടുത്തെ വാഷിംഗ് കൗണ്ടർ ആണ്. വാഷ് ബേസിൽ അടിക്കുന്ന ഏരിയ ഒക്കെ വന്നിട്ട് വളരെ ഭംഗിയായിട്ട് നല്ല മോഡേൺ സ്റ്റൈലിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഒക്കെ വന്നിട്ടാണെങ്കിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് ആ ഒരു മിററിന്റെ ഷേപ്പും അതിനകത്ത് ഒരു പ്ലാന്റും ഇന്റീരിയർ ഒക്കെ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിന്റെ ഇന്റീരിയർ വർക്കുകളെല്ലാം തന്നെ വരുന്നത്. വാഷ് ബേസിൽ അടിക്കുന്ന ആ ഒരു പ്രത്യേക ഒരു സെപ്പറേറ്റ് ഒരു പീസിലൊക്കെയാണ് ആ ഒരു വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. ബ്ലാക്ക് കളറിൽ സെറയുടെയാണ് ആ യൂണിറ്റ് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ വരാൻ പറ്റുന്നത് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്കാണ്. ഇവിടെ താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഭംഗിയായ ഒരു എൻട്രൻസ് ആണ് ഇതിന്റെ ഡോറിനൊക്കെ ആയിട്ടാണെങ്കിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഒരു സിംഗിൾ കോട്ട് കട്ടിലിടാൻ പറ്റുന്ന ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. എങ്കിൽ പോലും ധാരാളം സ്പേസ് വീണ്ടും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെയൊക്കെ ഒരു റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ആണെങ്കിലും എല്ലാം തന്നെ കംപ്ലീറ്റ് ഈ ഒരു ഭാഗമൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിൻഡോസ് ഇരിക്കുന്ന വോള് വന്നിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ മെയിൻ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡിൽ ഒരു ലൈറ്റ് ഒരു ഗ്രേ കളർ വരുന്ന ഒരു ഗ്രേ ആൻഡ് വുഡ് കോമ്പിനേഷൻ വരുന്ന ഒരു വാർഡ്രോബ്, അത് ഒരുപാട് ഡോറുകളൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഇവിടുത്തെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ട് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. അത് സെപ്പറേറ്റ് വേറൊരു ഏരിയയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ നിന്ന് LED ലൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നേരെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഗ്രേ കളറാണ് ടൈലിനെല്ലാം വരുന്നത്. സെറയുടെയാണ് ഈ ഒരു സാനിറ്ററി ഐറ്റംസ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. നമുക്ക് ഡൈനിങ്ങിലെ ഒരു ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം, നമുക്ക് ഈ ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. അതിന് താഴെയുള്ള ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഒരു വുഡൻ ബോർഡർ കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഇനിയിപ്പം ഗ്രാസും കൂടിയാണ് വെക്കാനുള്ളത്. ആ വർക്കും കൂടെ, അതും പിന്നെ ഗേറ്റിന്റെ വർക്ക് ഏരിയ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രമാണ് നമുക്കിനി ഫിനിഷ് ചെയ്യാനായിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, കിച്ചണിന്റെ എൻട്രൻസിൽ തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഇതുപോലെ ഒരു ക്രോക്കറി ഷെൽഫ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് ഡോറുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫാണ് കിട്ടുന്നത്. അതിന്റെ താഴെയുള്ള പോർഷനിലാണെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ മൾട്ടിവുഡ് കൊണ്ടുള്ള നല്ല നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 4 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് കിച്ചണിൽ കിട്ടുന്നത്. ഒരു ലൈറ്റ് ഗ്രീനിഷ് കളർ ആയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ക്യാബിനറ്റ്സിനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വൈറ്റ് ആയിട്ടുമാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ അവിടെ നമുക്ക് 2 വിൻഡോസ് കാണാം. അതിനോട് അറ്റാച്ച് ചെയ്ത് താഴെയായിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബ്ലോക്ക് ഔട്ടിന്റെ ഒരു ചിമ്മിണിയും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെയും മുകളിലും ഒക്കെ ആയിട്ട് നിറയെ നമുക്ക് ക്യാബിനറ്റ്സ് ആണ് കിട്ടുന്നത്. അതുകൂടാതെ റൂഫിലും തന്നെ ആ ഒരു ഡൈനിങ്ങിന്റെ വർക്കുകളൊക്കെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഏരിയ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് ആണ്. വർക്ക് ഏരിയയുടെ പണിയൊക്കെ തന്നെ എല്ലാം ഓൺഗോയിങ് ആണ്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മൾ താഴെയുള്ള ഏകദേശം എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ മുകളിലെ കാര്യങ്ങളാണ് നോക്കേണ്ടത്. സ്റ്റെയർ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. നമുക്ക് കയറി പോകുന്ന വഴികളിലുള്ള സ്റ്റെപ്സ് എല്ലാം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം. മൾട്ടി വുഡ് കൊണ്ടുള്ള നിറയെ ഫ്രെയിമുകൾ ഇട്ടിട്ട് ഓപ്പണിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനിടയിൽ എല്ലാം തന്നെ LED ലൈറ്റുകളുണ്ട്. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ആ വർക്കുകൾ ഫീൽ ചെയ്യുന്നത്. അതിന് 2 സൈഡിലായിട്ട് 2 ഷോ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ ആ ഒരു സൈഡിൽ തന്നെ നമുക്ക് വിൻഡോയും കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. ഇവിടെ ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ റൂഫ് ഒന്ന് നോക്കിക്കോളൂ. നിറയെ വർക്കുകളാണ് ഇവിടുത്തെ റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഓരോ പോർഷൻ ബൈ പോർഷൻ ആയിട്ട് തിരിച്ചിട്ട് അവിടെ എല്ലാം തന്നെ സാധാരണ നമ്മൾ കണ്ടു മടുത്ത വർക്കുകളിൽ നിന്ന് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് എല്ലായിടത്തും തന്നെ വുഡ് കൊണ്ട് തന്നെ മൾട്ടിവുഡ് കൊണ്ട് തന്നെ ഔട്ടർ ഫ്രെയിം ഇട്ടിട്ട് അങ്ങനെയാണ് ആ ഒരു റൂഫിലുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള LED ലൈറ്റുകളുമാണ് റൂഫിലെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവിടെ ഒരു സെപ്പറേറ്റ് എൻട്രൻസ് ആയിട്ട് തിരിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു TV യൂണിറ്റിന്റെ ഏരിയ ഒക്കെ കിട്ടുന്നത്. അത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മൾട്ടിവുഡിലാണ് എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വുഡൻ വർക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടാണ് TV വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ തന്നെ കാണാം നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്ക് സൈഡിലാണെങ്കിൽ വോൾ പേപ്പർ ഒക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള സ്പേസ് കിട്ടുന്നത്. ഇവിടെ ആയിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് കിട്ടുന്നത്. ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു TV വെക്കാവുന്ന ഈ ഒരു യൂണിറ്റിനോട് ചേർന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡോർ വരുന്നുണ്ട്. ഇത് വന്നിട്ടാണെങ്കിൽ ഓപ്പൺ ചെയ്യുന്നത് മുകളിലേക്ക് പോകാനുള്ള സ്പേസിലേക്കാണ്. അത് വന്നിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും കാണാനില്ല. മുകളിലേക്കുള്ള സ്റ്റെപ്പ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ടെറസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഈ 2 ബെഡ്റൂമുകളിൽ 2 ഡോറുകളാണ്. അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഈ ഒരു സ്പേസിൽ നമുക്കൊരു വർക്ക് സ്പേസ് കൂടെ കിട്ടുന്നുണ്ട്. ഇരുന്ന് റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് കുറച്ച് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്പേസ് കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ്, മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് നേരെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വോളാണ് ആദ്യം വിസിബിൾ ആയിട്ടുള്ളത്. ഭംഗിയായിട്ട് വാൾ പേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുകൂടാതെ അതിന് 2 സൈഡിലായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതിനടുത്തായിട്ട് തന്നെ വാർഡ്രോബും ഒരു ചെറിയ റീഡിംഗ് പർപ്പസിനുള്ള ഒരു സ്പേസ് കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ആ സെയിം വാർഡ്രോബ് ഒക്കെ തന്നെയാണ് ഇവിടെയും മോഡലായിട്ട് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ആ ഒരു സെയിം ടൈലൊക്കെ തന്നെയാണ് ഈ ഒരു ബാത്റൂമിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വിൻഡോസ് ആണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമുക്ക് റോഡിലേക്കുള്ള ഒരു വ്യൂ ആണ്, നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ് കിട്ടുന്നത്. അതുപോലെ ഇവിടുത്തെ ആണെന്നുണ്ടെങ്കിലും ഒരു വോളിൽ ചെയ്തിരിക്കുന്ന വർക്കൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള വോളിലുള്ള വർക്കുകളും ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ചിലയിടത്ത വോൾ പേപ്പർ ഒക്കെ കാണുമ്പോൾ നമുക്ക് അയ്യേ എന്നൊരു തോന്നൽ വരാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ലൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. റൂഫൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് റൂഫിലും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് വാർഡ്രോബിനോട് കൂടി തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ട ആ ഒരു സെയിം പാറ്റേണിലൊക്കെ തന്നെയാണ് വാർഡ്രോബ് വരുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്. അതിനകത്തും ലെങ്തി ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. സെയിം ടൈലുകളൊക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു വീട്ടിലെ ബെഡ്റൂമുകളൊക്കെ നമ്മൾ കണ്ടു. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഈ ഒരു ഹാളിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി വന്നിട്ടാണെങ്കിലും അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ചെടികളൊക്കെ വെക്കാനായിട്ട് ഇതിനപ്പുറത്തേക്ക് നമുക്ക് കുറച്ച് സ്പേസ് കൂടി ഇതുപോലെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് റോഡിലേക്കുള്ള ആ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. ഇതിലൂടെ വാഹനങ്ങളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് ഓൾറെഡി കാണാം. നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് റോഡ് ഫേസ് ആയിട്ടാണ്. അത് തന്നെയാണ് ഈ ഒരു വീടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ ഒരു ബാൽക്കണിയുടെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു വീട് ഞാൻ പറഞ്ഞിരുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും 9 കിലോമീറ്ററോളം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാക്കനാടേക്ക് വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്തെത്താം. കാക്കനാട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സീപോർട്ട് എയർപോർട്ട് റോഡ് അവിടെ തന്നെയാണ് കളക്ടറേറ്റ്. അപ്പൊ അവിടേക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താം. ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എത്താവുന്ന ഡിസ്റ്റൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാട് പുക്കാട്ടുപടി റൂട്ടിൽ മെയിൻ റോഡിൽ നിന്നും 900 മീറ്റർ മാറിയിട്ടാണ് വില്ല സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 8-9ഓളം വില്ലകൾ വരുന്ന പ്രൊജക്ടിനകത്താണ് ഈ ഒരു വീടിന്റെ വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കിടക്കുകയാണ്. ഇതുപോലെയുള്ള വേറെ 2 വീടുകളും കൂടെ ഇതേ ബഡ്ജറ്റിലൊക്കെ തന്നെ വരുന്നതാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് 3.25 സെന്റ് ലാൻഡിലാണ്. 3.25 സെന്റ് ലാൻഡിൽ 1600 സ്ക്വയർ ഫീറ്റിലാണ്. 1600 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് ഇവിടെ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് ഇവിടെ വെൽ വാട്ടർ ഉണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ KWയുടെ കണക്ഷനും കൂടി ഉണ്ട്. അതും കൂടാതെ നമുക്ക് ഇവിടെ ഒരു കുഴൽ കിണർ കൂടി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ വെള്ളത്തിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയ ആണെന്നുള്ളത് നമുക്കിത് മനസ്സിലാക്കാം. ഈ കാണുന്ന വീടിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത് വേറെ 2 വീടുകൾ കൂടി വർക്കിന്റെ ഫൈനലുകളൊക്കെ ആയിട്ട് വരുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ ഡിഫറൻസുകൾ മാത്രമാണ് ലാൻഡിന്റെ അളവിലും സ്ക്വയർ ഫീറ്റിലും ഒക്കെ വരുന്നുള്ളൂ. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 77 lakhs ആണ്. 77 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന മറ്റുള്ള വീടുകൾ നോക്കുവാണെങ്കിൽ 74 ലക്ഷവും 76 ലക്ഷത്തിന്റെയൊക്കെയാണ് പ്രൈസുകൾ വരുന്നത്. അപ്പൊ നമുക്ക് 74, 76, 77 ഇങ്ങനെയുള്ള പ്രൈസ് കാറ്റഗറികളിലുള്ള 3 വീടുകളാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഈ വീടുകൾ വാങ്ങാനും കാണാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.